2004 എൻ്റെ ഗ്രാജുവേഷൻ കഴിയുന്നത്. അതിനുശേഷം ഞാൻ പല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. അതിലിപ്പം വന്നത് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, AC, ഫയർ ആൻഡ് HVAC സിസ്റ്റം. ഇതിൽ നമുക്ക് HVAC അല്ലാത്ത എല്ലാ ഫീൽഡിലും നമുക്ക് വേണ്ടത്ര നോളജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട്, കാരണം അതിന് സോഴ്സുകൾ അവൈലബിൾ ആണ്. എന്നാൽ HVACയിൽ എനിക്ക് കറക്റ്റായിട്ടൊരു ഗൈഡ് ലൈൻസും നോളജും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും തമ്പിൾ റൂൾസിലാണ് പല ഡിസൈൻസും ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ പല കോഴ്സുകളും സെർച്ച് ചെയ്ത് ഓൺലൈനിൽ പല കോഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായില്ല. ഞാൻ പല ആളുകളായിട്ടും കൺസൾട്ട് ചെയ്തിട്ടൊക്കെ എനിക്ക് ഫുള്ളായിട്ട് നോളജ് അതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ വർഷമാണ് എനിക്ക് അതിന് ഒരവസരം കിട്ടിയത്. ഡൽഹി ഹെഡ് ഓഫീസ് നടത്തുന്ന കോഴ്സ്, ഇത് എനിക്ക് തോന്നുന്നൊരു 51ാമത്തെ ബാച്ചായിരുന്നു ഞാൻ. എനിക്ക് ഈ കോഴ്സിനെ പറ്റി അറിയാൻ പറ്റിയത് നമ്മുടെ ഇസ്രേ കോഴിക്കോട് ചാപ്റ്ററിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇതിൻ്റെ കോഴ്സിനെ പറ്റി വന്നത്. ആ സമയത്ത് ഞാനിതേപ്പറ്റി സൈറ്റിലും യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്തു. അപ്പോൾ ഞാനതിൻ്റെ കണ്ടൻറ്റ് കണ്ടപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റ് ആയി തോന്നി. എൻജിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഈ കോഴ്സ് ചെയ്യാം. ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. 3 വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ ഈ HVAC റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളെ യൂണിറ്റ് കൺവേർഷൻ മുതൽ ബേസിക് റെഫ്രിജറേഷൻ സിസ്റ്റം, റെഫ്രിജറേഷൻ കോമ്പണൻസ്, അതേപോലെ ഈ നമ്മളെ ഗ്യാസിൻ്റെ നോമൻക്ലേച്ചർ സിസ്റ്റം, പിന്നെ ഓരോ കോമ്പണൻസിൻ്റെയും അതിൻ്റെ തിയറിയും അതിൻ്റെ വർക്കിങ്ങും പഠിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കൺസ്ട്രക്ഷൻ പാർട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ കോമ്പണൻസ് പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഹീറ്റ് ലോഡ് എസ്റ്റിമേഷൻ, സൈക്കോമെട്രീസ്, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ്, അതെങ്ങനെ അതിൻ്റെ ഒരുപാട് മെത്തേഡ്സ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം പഠിക്കുന്നുണ്ട്. ഈ കോഴ്സ് ഏകദേശം 4 മാസമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഏകദേശം 48,000 റുപ്പീസാണ് ഈ കോഴ്സിൻ്റെ ഫീ, പ്ലസ് GST ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ കോഴ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈനാണ് ചെയ്തത്. ഓഫ്ലൈനാണെങ്കിൽ ഡൽഹിയിലെ ഇസ്രേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസിൽ പോയിട്ട് ചെയ്യണം. അവർ 6 മാസത്തെ കോഴ്സായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഓൺലൈനാണെങ്കിൽ 4 മാസമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിലുള്ള ഇൻസ്ട്രക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ IIT പ്രൊഫസേഴ്സ് വരെ ഇതിനകത്ത് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അവരെല്ലാം നോളജ് ലെവലിൽ നിന്നുകൊണ്ട് അവർ നമ്മൾക്കുള്ള എല്ലാ ഇതും തരുന്നുണ്ട്. അവരായിട്ട് വളരെ ഫ്രീ ആണ്. നമുക്ക് ഏത് സമയത്തും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ബേസിക് ആയിട്ടുള്ള നോളജിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഏത് സബ്ജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ബേസിക് നോളജിൽ നിന്നാണ്. അപ്പം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കോഴ്സ് ചെയ്യുന്ന സമയത്ത്. ഞാൻ കണ്ടെടുത്തോളം, ഞാൻ സംസാരിച്ചിടത്തോളം, ഞാൻ പല HVAC കൺസൾട്ടന്റുമാരായിട്ടും കോൺട്രാക്ടർമാരായിട്ടും സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു ക്ലിയർ കട്ട് പിക്ചർ ആർക്കും ഒരു ഡിസൈൻ സ്റ്റൈലിൽ തരാൻ പറ്റിയിട്ടില്ല. എല്ലാവരും അധിക ആൾക്കാരും ഫോളോ ചെയ്യുന്നത് തമ്പ് റൂൾസാണ് മാർക്കറ്റിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിയൽ പിക്ചർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് മിസ്സായ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിൽ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഈ കോഴ്സിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് വളരെ കോൺഫിഡൻസ് കിട്ടും ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഈവൻ അഷ്റേ നടത്തുന്ന സർട്ടിഫൈഡ് എൻജിനീയറിനുള്ള കണ്ടൻറ്റും ഇത് തന്നെയാണ്. അപ്പം ധൈര്യമായിട്ട് അതിനും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ ഇസ്രേ എന്ന് പറഞ്ഞതാണ് ഈ HVACയുടെ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന കോഴ്സ് ഏറ്റവും നല്ലൊരു കോഴ്സാണ്. അവരെ ഒരു പ്രീമിയം കോഴ്സാണ്. ഇതിൽ കൂടുതൽ ഒരു കോഴ്സ് ഇസ്രേക്ക് തരാനില്ല. പിന്നെ അവർ ചെറിയ ചെറിയ കോഴ്സുകൾ നടത്തുന്നുണ്ട്. HVACയിലെ ഏറ്റവും നല്ല കോഴ്സാണിത്. അപ്പോൾ ഇതിൽ കൂടുതൽ കോഴ്സ് ഇനി HVACയിൽ അവർ കൊടുക്കുന്നില്ല. ഇനി വേറെ കോഴ്സ് ഇപ്പോഴുള്ള സിലബസ് ഇനി മാറി വന്നിട്ട് വേണം. പക്ഷേ ഇതിലെല്ലാം കവർ ചെയ്യുന്നുണ്ട്. താങ്ക് യു.